സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് യൂറോ ട്രക്ക് സിമുലേറ്ററിന്റെ വേറൊരു മോഡുമായിട്ടാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ നമ്മുടെ മോഡ് ചെയ്തത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ KSRTCയുടെ 3 ബസ്സുകളായിരുന്നു. ആൻഡ് അതിന്റെ കോൺട്രാക്ട് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് അല്ല ഫാസ്റ്റ് പാസഞ്ചറിനോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും അവർ പറയാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി നിർത്താൻ പറ്റില്ല. അത് കാരണം നമുക്ക് വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് ബസ്സല്ല, ഒരു കാറാണ്. അപ്പം അതേത് കാറാന്ന് കാണിക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. ഈ മോഡെന്ന് വെച്ചാൽ ഇച്ചിരി പെശക് മോഡൊക്കെയാണ് നമ്മുടെ ഉള്ളത്. അപ്പം അതെന്തായാലും നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ കൊടുക്കുക. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന മോഡ് കാണിക്കാൻ ഞാൻ ഇച്ചിരി താഴ്ന്നു പോട്ടെ, എന്നിട്ട് തിരിയട്ടെ. നേരെ അയ്യോ നേരെ 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 കുറച്ച് 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 ഓക്കെ. ഞാൻ കൂടുതൽ ഇത് കളയുന്നില്ല. അതെ, വണ്ടി എന്തി? അയ്യോ, സ്ഥലം മാറിപ്പോയി. വണ്ടി അവിടെ ആയിരുന്നു. സോറി ഗൈസ്, വണ്ടി ഇവിടെ ആയിരുന്നു. എന്റെ മിസ്റ്റേക്ക്, സോറി. സോ ഇതാണ് നമ്മുടെ വണ്ടി, അതായത് BMW 320D ആണ് നമ്മുടെ വണ്ടി. അത്യാവശ്യം മോഡിഫൈഡ് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. ആ കണ്ണൊക്കെ നോക്കിയേ, ഏതാ ജർമ്മൻ കണ്ടാ, അത് എന്ത് ലുക്കാന്ന് നോക്കിയേ. അതിന്റെ സൗണ്ട് ഒരു അപാര സൗണ്ടാണ്, ഒന്നും പറയാനില്ല ഇതിന്റെ സൗണ്ടിനെ കുറിച്ച്. ചെയ്തവനാലും ഗോഡാണ് അവൻ. അതിന്റെ സൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ കാറിന്റെ വീല് നോക്കുമ്പോൾ മനസ്സിലാവും, അതിന്റെ പക്കായിട്ടുള്ള അലോയ് പോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലോണം അവർ താത്തിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ബാക്കിലും അങ്ങനെ തന്നെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും BMW 320D നമ്പർ പ്ലേറ്റ്. അതൊന്നും കാര്യമാക്കണം, നമുക്ക് ഞാൻ മാറ്റാൻ നോക്കാൻ പറ്റിയില്ല. നല്ല 2 എക്സോസ്റ്റ്, വലുതായിട്ടൊന്നും അതിൻ്റെ നമ്മുടെ BMW അതേപോലത്തെ ഒരു കണ്ണാടിയൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ കൂടുതൽ ഇത് നിങ്ങളെ പറഞ്ഞതിനൊരു ഇതാക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി പുറത്തേക്ക് എടുക്കട്ടെ. സോ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഇന്റീരിയർ. മാനുവൽ ആണ്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് വന്നിട്ട് മാനുവലാണ്. അതുപോലെ ഇതെന്താ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരു ഓക്കെ 6 ഒരു വണ്ടിയാണ് നമുക്ക് ഓടിക്കാൻ കിട്ടി. സോ നമ്മൾ ഓടിക്കുന്നു. ആൻഡ് ഇതാണ് അതിൻ്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ. ബാക്ക് സീറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് തിരിയോ? അതിൻ്റെ ഇത് കണ്ട ഒരു ട്രേ, സെൻറ്ററിലൊരു അറേഞ്ച്മെൻറ്റ്, മുകളിൽ AC വെൻ്റാണോ ലൈറ്റ് വെൻ്റാണോ? ലൈറ്റ് വെൻ്റാന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് ഇതാണ് ക്രൂയിസ് കൺട്രോളർ. 260 ഇതിൻ്റെ ടോട്ടൽ സ്പീഡ്. ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ പറയുന്നല്ല കേൾക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഹെഡ്സെറ്റ് അടിച്ചു കൊടുത്തിട്ട് സൗണ്ട് കേട്ടാ. ഓഹോ, ഓക്കെ. വണ്ടി എന്താ പുറത്തേക്ക് ഉണ്ടാ. നമുക്ക് പോകേണ്ട സ്ഥലം. അയ്യോ, ഫസ്റ്റ് തന്നെ വണ്ടി ഇടിപ്പിച്ചിട്ടുണ്ട്. സൗണ്ട്
ഞാൻ പറയുന്നത് എനിക്ക് ഈ സൗണ്ട് കാരണം എനിക്ക് എന്തോരം ഒച്ച എടുക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഗെയിമിന്റെ സൗണ്ട് ഞാൻ ഫുൾ സൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അത് കാരണം ഞാൻ പറയുന്നതെല്ലാം കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾറെഡി വണ്ടിക്ക് നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ ഗെയിം സൗണ്ട് ഗെയിം സൗണ്ടും കൂടുതലാണ്. ഓക്കെ, എന്തായാലും വണ്ടി എടുത്ത് പറഞ്ഞു അതാ ഓടിക്കുമ്പോൾ പുറത്തേന്ന് മനസ്സിലാവും. മാക്സിമം നല്ല ബ്രേക്ക് വേണ്ടല്ലോ. ഞാൻ ഓടിക്കുന്നതിന്റെ പ്രശ്നമാണ് ഈ വണ്ടി ശരിയാകുന്നില്ല. അല്ലാണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടി നല്ല കട്ടി പോകുന്നുണ്ട്. എന്താ റെഡ് ലൈറ്റ് എനിക്ക് എന്തായാലും വണ്ടിയുടെ പ്രശ്നം തോന്നുന്ന വെച്ചാൽ ഞാൻ ഓടിക്കുന്ന പ്രശ്നമാണ്. കാരണം വണ്ടി കണ്ടോളാൻ നല്ല പാടുണ്ട്. അത് പറയാനും പിന്നെ അതുകൊണ്ട് ഓക്കെ. ഇപ്പം ഞാൻ വേറെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ എൻ്റെ ഹെഡ്സെറ്റിനകത്ത് ഒരു സാധനം ഓൺ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് 68 അമ്മേ അങ്ങനെ പോലെ ഞാൻ എടുത്ത് ഒപ്പിച്ചെടുത്ത്
7 സമയമായി. ചേരെ ഓക്കെ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പോവാം. ഓക്കെ, രാത്രി 11 മണിയായി. നാട്ടുകാരൊക്കെ എഴുന്നേറ്റ ലൈറ്റ് നോക്കാം. അടി ഏതാ ജ്വരനാട്ടിട്ടത് രണ്ടാമത് പക്കാണ് കാര്യമാക്കണ. ഇതിനകത്ത് വലിയ വ്യത്യാസം ഹൈവേ പോലുള്ള സംഭവം. സോ ഗൈസ്, ഇവിടെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. ഇപ്പം അടുത്തെത്തി വണ്ടി. അയ്യോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇല്ലാതെ നോക്കാം. പറഞ്ഞ എന്താന്ന് വെച്ചാ നമ്മുടെ വണ്ടി നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാ വണ്ടി ഒന്ന് കൊണ്ടുപോയി വേഗം കൊടുക്കണം. GPS-നകത്ത് അടുത്തല്ല. ഇപ്പം എന്ത് പറ്റി, ഉറങ്ങാൻ കിടന്നാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഉറങ്ങാൻ കിടന്നതാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് വേഗം കൊടുക്കാൻ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി അല്ല ചൊവ്വാഴ്ച രാവിലെ വരെ സമയം നോക്കും. അപ്പോൾ 1 മണിക്കൂറും കൂടെ ഉണ്ടെങ്കിൽ BMW അത് GPS പുള്ളിക്കാരൻ വച്ചായിരുന്നു. ഓക്കെ, അതെന്തായാലും വണ്ടി കൊണ്ട് കൊടുക്കാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലും നിങ്ങൾക്ക് അവർക്കൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മോഡൽ വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഇത് ഒരു കാറാണ്, 320 എന്ന് വെച്ചാൽ ഒരു കാറാണ്. ഇതുപോലത്തെ കുറച്ചധികം കാർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്ര ഉണ്ട്. ഇപ്പോഴത്തെ ക്യാമറ സൈനിങ് ഔട്ട്. പ്ലീസ് ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അവസാനം